നാടെങ്ങും ഓണാഘോഷ നിറവിലാണ്. ഇപ്പോൾ കേരള വിഷൻ ന്യൂസും ഓണത്തിന്റെ ആരവങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ന്യൂസ് ഡെസ്കിൽ നിന്നും പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, ആദ്യം തന്നെ ഓണാശംസകൾ. എങ്ങനെയാണ് നമ്മുടെ കേരള വിഷന്റെ ന്യൂസ് ഡെസ്കിലെ ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? ദീപ്തി, ഔദ്യോഗികമായി നമ്മുടെ ഓണാഘോഷങ്ങളെല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. എന്തായാലും ഈ ഒരു തിരുവോണ ദിവസം സാധാരണ വീടുകളിലാണ് നമ്മൾ ആഘോഷിക്കുക, അല്ലെങ്കിൽ കൂടുതലും മലയാളികൾ അവരുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ആഘോഷിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മൾ പക്ഷേ കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകർക്കായി വാർത്തകൾ എത്തിക്കാനുള്ള തിരക്കിലാണ്, ഓണവിശേഷങ്ങൾ എത്തിക്കാനുള്ള തിരക്കിലാണ്. അത്തരത്തിലുള്ള ഓണവിശേഷങ്ങൾ കുറെ ഏറെ പറയാനുണ്ട്. എന്തായാലും നമ്മുടെ പല ബ്യൂറോകളിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നെല്ലാം ഒരുക്കങ്ങളൊക്കെ അവിടെ തയ്യാറാണ്. അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ കാണാൻ പറ്റും. എന്തായാലും ഈ ഡെസ്കിലേക്ക്, നമ്മുടെ ഈ ഒരു ന്യൂസ് ഡെസ്കിലേക്ക് എത്തുമ്പം നമ്മൾ ഈ ഒരു തിരുവോണ ദിനത്തിൽ രാവിലെ തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് വാർത്തകൾ എത്തിക്കാനായി ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. കുറെ പേര് ചായ കുടിക്കാനൊക്കെ പോയ തിരക്കിലാണ്. രാവിലെ 5:30 മുതൽ നമ്മൾ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ കുറെ പേര് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് പേരാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഈ പോയി വന്നവർക്ക് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ പോകാൻ. നമ്മളിങ്ങനെ പോകുമ്പം ഇതാണ് രഞ്ജിലെ, എങ്ങനെയുണ്ട്? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താണ് ഇത്തവണത്തെ ഓണപരിപാടി? തിരുവോണം ഓണായിട്ട് ഇത്തവണ ഡെസ്കില്, കഴിഞ്ഞ തവണ വീട്ടില്, ഇത്തവണ ഡെസ്കില്. നമ്മള് ന്യൂസിന്റെ നമ്മൾ ആദ്യമായിട്ടാണോ ഇതേപോലെ ഡെസ്കില്? ഇതിന് മുമ്പും ഇല്ല, ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഡെസ്കിൽ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ കുടുംബക്കാരോടൊപ്പം ആഘോഷിച്ച് ഇത്തവണ ഡെസ്കിൽ ആഘോഷിക്കുകയാണ് ഓണം. പക്ഷെ അതൊരു വെറൈറ്റി വൈബാണ് ഡെസ്കിൽ ആഘോഷിക്കുമ്പോൾ. ഇത് ഇത്രയൊന്നും അല്ല, കുറച്ചധികം പറയും. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നുണ്ട് തിരക്കില. പിന്നെ അതല്ല, പിന്നെ വേറെ എന്തൊക്കെ ഇന്ന് എന്തൊക്കെ വാർത്തകൾ എന്തൊക്കെയുണ്ട്? ഇന്ന് മെയിൻ ആയിട്ട് നമുക്ക് തിരുവോണ സ്റ്റോറീസ് ഉണ്ട്. നമ്മുടെ എല്ലാ ബ്യൂറോയിൽ നിന്നും തിരുവോണ സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ബാക്കി വിശേഷങ്ങളുണ്ട്, ബാക്കി ന്യൂസ് ഉണ്ട്. നമുക്കറിയാം കേരളത്തിലെ എല്ലാ സമകാലിക ന്യൂസ് നമുക്കുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തിരക്കിലാണ്. തിരക്കിലാണ് ഇവിടുത്തെ വാർത്തകൾ വരുന്നതും ഡീൽ ചെയ്യുന്നതും ഒക്കെ. ഇന്ന് രാവിലെ രഞ്ജിലാണ്. ഈ കുറച്ച് കഴിയുമ്പോൾ ആ ചുമതലയൊക്കെ അങ്ങ് മാറും. നമ്മുടെ ഇങ്ങോട്ട് ടിക്കറിലേക്ക് വരുമ്പം നിരത്തി വാക്കുകൾ ഇങ്ങനെ വിടാതെ വിട്ടുകൊണ്ടിരിക്കുന്ന വിസ്മയ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? എന്തായാലും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇത്തവണത്തെ ഓണം ഒരു വെറൈറ്റി ഓണാണ്. ഓഫീസിലോണം. ഓഫീസിലോണം. അതെ. അപ്പം ജോലി കിട്ടിയ ശേഷം ആദ്യത്തെ ഓണമാണ്. ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് തിരുവോണ ദിവസം വീട്ടിൽ പോലും പോകാൻ പറ്റാതെ ഇവിടെ തിരിച്ചിങ്ങോട്ട് എത്തിയ ഒരു സാഹചര്യമാണ്. എന്തായാലും വീട്ടിലെ ഓണങ്ങളൊക്കെ എങ്ങനെ? വീട്ടിലെ ഓർമ്മകളൊക്കെ എങ്ങനെ? വീട്ടിലെ ഓണം എന്ന് പറയുമ്പം ഒന്നാമത്തെ ഫാമിലി എല്ലാവരും ഒരുമിച്ച് ജോയിൻ ചെയ്യും, അതാണ് മെയിൻ. പിന്നെ നമ്മുടെ മലബാറിലോട്ട് വരുമ്പം ഓണത്തിന്റെ വെറൈറ്റി എന്തായാലും ഫുഡായിരിക്കും. എല്ലാവരുടെയും സദ്യ ആകുമ്പം നമ്മുടെ അവിടെ ഒരു ബിരിയാണിന്റെ മണം ഇങ്ങനെ വരും. അതെ, അവിടെ അതാണ് നമ്മുടെ നോൺ വെജ് കാണും. അതെ, ഒരു സദ്യയുടെ കൂട്ടത്തിൽ ഒരു സൈഡിൽ എന്തായാലും ഒരു നോൺ വെജ് നിർബന്ധമാണ്. അതാണ് നമ്മുടെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും കാലം വീട്ടിൽ നിന്ന് തന്നെയാണ് ആഘോഷിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ഓണാഘോഷം എന്ന് പറയുന്നത്. എന്തായാലും അത് ഒരു വെറൈറ്റി ഓണാവും. വെറൈറ്റി ഓണമാണ്. എന്തായാലും ഓണം തകർക്കും. നമുക്ക് ഇന്ന് ഇവിടെ സദ്യയുണ്ട്. അതെ, നമുക്ക് ഇന്ന് ഇവിടെ ഫുഡൊക്കെ ഉണ്ട്. 2 കൂട്ടം പായസം ഉണ്ടെന്നായിട്ട്. അതെ, 2 കൂട്ടം പായസം എന്തായാലും ഒക്കെ കഴിച്ച് നമ്മള് അടിച്ച് പൊളിക്കും ഈ ഓണം. അടിച്ചു പൊളിക്കും. അപ്പൊ ഇത്തവണത്തെ തിരുവോണം നമ്മളെ ഓഫീസിൽ തന്നെ അടിച്ചു പൊളിക്കുക. ഇനിയിപ്പം റാസിനെ എന്തൊക്കെയുണ്ട്? ഇപ്പൊ കേരള വിഷനി വന്നതിന് ശേഷം ആദ്യത്തെ ഓണമാണ്. ഇപ്പം അധികം ആയില്ല, 2 മാസം ആവുന്നേ ഉള്ളൂ. അതെ, എങ്ങനെയുണ്ട് ആദ്യത്തെ ഓഫീസ് ഓണം? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓണാഘോഷം ഓഫീസില്. അതെ, ഇതിനു മുമ്പ് ഈ റാസിൻ പഠിച്ചതൊക്കെ അലിഗഡില്, ഉത്തർപ്രദേശില്. എന്ന് വെച്ചാൽ ഇതിന് ഈ കോളേജ് സമയത്തൊന്നും ഓണം വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അല്ലല്ല, മലയാളികൾ ഉള്ളിടത്തോളം സ്ഥലം ഓണാഘോഷം എല്ലായിടത്തും ഉണ്ടാവും. അടിപൊളി ആഘോഷമാണ്, ഗംഭീരാണ്. അപ്പം ഇത്തവണത്തെ ഓണം ഓഫീസിലാണ്. വീട്ടുകാരൊക്കെ വിളിച്ചപ്പോ ചോദിച്ചായിരുന്നു തിരുവോണം എന്തുകൊണ്ടാ ഓഫീസിലായ, ലീവ് ഇട്ടില്ലേന്ന് ചോദിച്ചു. അവരെന്നെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒന്നും ചോദിക്കാറില്ല. അവിടെ വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും റാസിനോട് പറഞ്ഞിട്ടില്ല ഈ ആഘോഷങ്ങൾ കൊണ്ടും. പറഞ്ഞാൽ ചങ്ക് തകരുന്ന. അതെ, ഇതൊക്കെ തന്നെയാണ് അവിടെ നമ്മുടെ RRRനും പറയാനുള്ളത്. രഞ്ജിൽ രാജ് ആറിനും ഈ വിഷമങ്ങളൊക്കെ തന്നെ പറയാറുണ്ട്. നേരത്തെ ഇങ്ങനത്തെ കുറെ വിഷമങ്ങളൊക്കെ പറയായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് ഓടുന്നത് കണ്ടായിരുന്നു. ഇന്നിപ്പം ഈ ഇവിടുന്ന് ഇരുന്ന് ബൈറ്റ് എടുക്കുന്ന പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടാനൊക്കെ നേരത്തെ ഓടിയായിരുന്നു. പുതിയ ലിപ്സ്റ്റിക് അല്ലേ രഞ്ജിലെ? അപ്പം അങ്ങനെയാണ് കഥ. അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെയും തീരുന്നില്ല. നമ്മുടെ കുറച്ച് ടീമും കൂടെ ബാക്കിയുണ്ട്. നമുക്ക് എന്തായാലും തിരുവനന്തപുരം വരെ ഒന്ന് പോയി അവിടെ ബിനോയ് ചേട്ടനുണ്ട്. പുള്ളി ഈ ഓണവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മളോട് ഓണവിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ബിനോയും കൂടെ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ചേരും. ദീപ്തി,
തീർച്ചയായും കാളിദാസ്, ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷം ഓണം നമ്മളുടെ കുടുംബത്തോടൊപ്പം ആഘോഷിച്ചെങ്കിൽ ഇത്തവണ അത് ഓഫീസ് ഓണമാണ്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ റാസിൻ പറഞ്ഞ പോലെ തന്നെ ഓണം മലയാളികൾ ഉള്ളിടത്തോളം കാലം ഓണത്തിന്റെ ആ ഒരു ആവേശം ഒരിക്കലും കുറയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓണപ്പുലരിയിലും ആ ഒരു ആവേശം വിടാതെ തന്നെ എല്ലാവരും ആ ഒരു ഓണം ഓഫീസിൽ ആഘോഷിക്കാം. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കുടുംബത്തോടൊപ്പമാണ് ആഘോഷിച്ചെങ്കിൽ ഇത്തവണ കേരള വിഷൻ കുടുംബത്തോടൊപ്പമാണ് എല്ലാവരും ഓണം ആഘോഷിക്കുന്നതല്ലേ?